ഒട്ടും പെയിൻറ്റിങ് അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക് മാർക്കാണ് നമ്മളൊന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. സോ ഞാൻ 2 പീസസ് ഓഫ് പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊരു ബോർഡർ കൊടുത്തതിന് ശേഷം നമ്മൾ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ ഒരു ബിഗർ ബ്രഷ് എടുത്തിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. നമുക്ക് ഒട്ടും പ്രൊഫഷണലായിട്ടുള്ള ഒന്നും നമുക്ക് വേണമെന്നില്ല. ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ബ്രഷൊക്കെ വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ഡാർക്ക് കളർ എടുത്തിട്ട് അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് ലീവ്സ് വരച്ചു കൊടുക്കുകയാണ്. ലീവ്സ് ഒന്നും പെർഫെക്റ്റ് ആവണമെന്നില്ല. ജസ്റ്റ് നമുക്ക് റാൻഡമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ലീവ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. സോ ഇതിന് ശേഷം ഇതിനെക്കാട്ടും കുറച്ചും കൂടെ ലൈറ്ററായിട്ടൊരു കളർ എടുത്തിട്ട് പിന്നെയും കുറച്ച് ലീവ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫില്ല് ചെയ്യുകയാണ്. ഇതിനുശേഷം അതിൻ്റെയും കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ള കളർ എടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നതാണ്. സോ എവിടെയൊക്കെയാണ് മിസ്സിങ് തോന്നുന്നതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ലൈറ്ററായിട്ടുള്ള കളറുകൾ എടുക്കുമ്പോൾ അത് മുകളിലോട്ട് വരുന്ന രീതിയിൽ നമുക്കൊരു എഫക്റ്റും കിട്ടും. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് കുറച്ച് ഡാർക്കർ കൊടുത്തിട്ട് മുകളിലേക്ക് വരുമ്പോൾ ലൈറ്ററായിട്ട് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. ഇതിൻ്റെ ബോർഡറിന് പുറത്തേക്ക് പോകുന്നൊരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ റിസൾട്ടിൽ വരുന്നൊരു 3D ഇഫക്റ്റ് പോലെ നമുക്ക് തോന്നും. ചെറുതായിട്ട് ലൈറ്റർ കളർ കൊണ്ട് വെയിൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതും പെർഫെക്റ്റ് അല്ല. നമ്മളിങ്ങനെ വെറുതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ വരകളൊക്കെ വെച്ച് കൊടുത്ത് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മളൊരു നല്ല ഡാർക്ക് റെഡ് വെച്ചിട്ട് കുറേ റൗണ്ടുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും പെർഫെക്റ്റ് റൗണ്ടൊന്നും വരണമെന്നില്ല. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് റൗണ്ട് എടുത്ത് കൊടുത്തിട്ട് അതിനുശേഷം ലൈറ്ററായിട്ടൊരു കളർ എടുത്ത് ഡോട്ട്സ് ആക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ലൈറ്റർ കളറ് ഈ ഒരു റെഡ് ഡാർക്കായിട്ടുള്ള റെഡിന് മുകളിൽ വരുമ്പോൾ അതൊന്ന് എടുത്ത് കാണുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യും. ഇനി ഇതിന് മുകളിലായിട്ട് ഇതിലും ലൈറ്ററായിട്ടുള്ളൊരു കളർ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത്രയധികം ലീവ്സ് വേണ്ട എന്നുള്ളവർക്ക് ലീവ്സിൻ്റെ എണ്ണം, ഇലകളുടെ എണ്ണം എല്ലാം കുറയ്ക്കാവുന്നതാണ്. സോ ഇത് ഞാനിപ്പോൾ കുറച്ച് തിക്കറായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിന് മുകളിലായിട്ട് ഞാൻ പിന്നെയും കുറച്ചും കൂടെ ലൈറ്ററായിട്ട് കളറുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ലീവ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ അവിടെ എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു പോപ്പപ്പായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ നമുക്കൊരു റിയലിസ്റ്റിക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇരിക്കുക. ഇത് നമുക്ക് ബുക്ക് മാർക്കായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല രസമായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ചെയ്താൽ വേറൊരു പീസ് കൂടെ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്